Hello guys and welcome back to Best Topics. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ നെക്സോണിൻ്റെ CNG വേർഷനെ പറ്റിയാണ്. കാരണം ഈയിടെ നെക്സോൺ CNG കിറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു CNG എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് റോഡിലൂടെ ടെസ്റ്റിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്ന അതായത് ടെസ്റ്റ് റണ്ണിന് ഓടിക്കൊണ്ടിരിക്കുന്ന സ്പൈറ്റ് പിക്ചേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു എമിഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. സോ CNG കിറ്റ് ആവാനാണ് സാധ്യത, അതായത് ഈ വാഹനത്തിൽ CNG എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. ഇതിപ്പം ഇവർ ചെയ്യുന്നത് ബേസിക്കലി ഈ വാഹനത്തിന് CNG വെച്ച് ടെസ്റ്റ് ചെയ്യാണ്, അതായത് ഇവരുടെ എഞ്ചിൻ ഈ CNG കിറ്റുമായിട്ട് ഡിസൈറബിൾ ആണോ എന്നൊക്കെ നോക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ബാക്കി ഓഫ് കോഴ്സ് ഡിസൈൻ വൈസ് യാതൊരു ചേഞ്ചും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഇപ്പം നിലവിലുള്ള നെക്സോണിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ CNG കിറ്റ് വെച്ച നെക്സോണിൻ്റെയും ഡിസൈൻ ഉള്ളത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു നെക്സോണിൻ്റെയും ഡിസൈൻ ഉള്ളത്. ആ കൂടി എനിക്കൊരു കുറച്ച് വീടായിട്ടുള്ളൊരു കാര്യം തോന്നിയത്, നെക്സോണിൻ്റെ അലോയ്സിൻ്റെ ഡിസൈൻ ടാറ്റ ഈയിടെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് റൺ മോഡലിൽ അവരിപ്പോഴും പഴയ ഒരു അലോയ്സ് സെറ്റ് അല്ലെങ്കിൽ ആ പഴയ ഡിസൈനുള്ള അലോയ്സ് വെച്ച് തന്നെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് കുറച്ച് വിയേഡായിട്ട് തോന്നി. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം തന്നെ ഡീസൽ അടക്കം 100 കടന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ. അപ്പോൾ ഓഫ് കോഴ്സ് കുറച്ച് കാലം കഴിയും തോറും പെട്രോളിൻ്റെയും ഡീസലിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവൽ പ്രൈസസ് എന്തായാലും വളരെയധികം ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സും ഈ ഒരു CNG സ്ട്രാറ്റജി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ CNG എന്ന് പറയുമ്പോൾ ഫുൾ CNGയിലായിരിക്കില്ല പല വാഹനങ്ങളും ഓടുന്നത്, പെട്രോളിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ എല്ലാ CNG വാഹനങ്ങളിലും ഉണ്ടാവും. അപ്പം ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് CNG ഉപയോഗിക്കാം, അല്ലാത്ത സമയത്ത് പെട്രോളും ഉപയോഗിക്കാം. CNG ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ മൈലേജും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ നെക്സോണിൻ്റെ പെട്രോൾ മോഡലിൻ്റെ മൈലേജ് ആക്ച്വലി കമ്പനി ക്ലെയിം ചെയ്യുന്നത് 16 സംതിങ് ഉണ്ടെങ്കിലും ഒരു ഓണറിനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇതിൻ്റെ മൈലേജ് ഇറ്റ് വേരീസ് ഫ്രം അബൌട്ട് 12 to 16 km/ലിറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഡ്രൈവിംഗ് സ്റ്റൈൽ. പ്രത്യേകിച്ച് കോമ്പാക്ട് SUV കൂടി ആയതുകൊണ്ട് തീർച്ചയായും ഈ വാഹനത്തിന് മൈലേജിന് നല്ല ഷോർട്ടേജ് ഉണ്ട്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെയധികം കൂടുതലാണ്. അത്ര എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഹൈറ്റ് കൂടുതലാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് മുകളിലാണ്. അതുകൊണ്ട് തന്നെ സോ മൈലേജിൻ്റെ കാര്യത്തിൽ എന്തായാലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് തന്നെ നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. ഇനി ബാക്കി ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ പവർ വൈസ് നോക്കുകയാണെങ്കിൽ പവർ ഡ്രോപ്പ് തീർച്ചയായും ഉണ്ടാവും. ഇപ്പോൾ നെക്സോണിൽ നിലവിൽ വരുന്ന വാഹനത്തിൻ്റെ പവർ 120 PS മാക്സിമം ടോർക്ക് വരുന്ന 175 Nm ആണ്. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ CNG കിറ്റ് വെച്ച് കഴിയുമ്പോൾ തീർച്ചയായും ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്യൂൽ കോസ്റ്റ് ഇത്രയും ഹൈ ആയതുകൊണ്ട് പലരും ഒന്നെങ്കിൽ ഒരു പെട്രോൾ വാഹനം എടുത്തത് CNGയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതല്ല എങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സൈഡായി ഫാക്ടറി ഫിറ്റഡ് CNG, അതായത് കമ്പനിയിൽ നിന്ന് തന്നെ CNG ഫിറ്റഡ് ആയിട്ട് വരുന്ന വാഹനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വാറൻറ്റി ഒരിക്കലും കട്ടാവുന്നില്ല. അല്ലാതെ നിങ്ങളിപ്പോൾ പുറത്തുനിന്നൊരു വാഹനം പോയി പെട്രോളിൽ എടുത്തിട്ട് അതിനുശേഷം അത് CNGയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രൈസ് ഏകദേശം 50,000 to 60,000 rupees അടുത്ത് വരും ഒരു CNG കിറ്റ് വെക്കാനുള്ളത്. അതുമാത്രമല്ല അതിന് പുറമെ നമ്മുടെ വാറൻറ്റി കൂടി കട്ടാവും. വാറൻറ്റി കട്ടാവുന്നതോടുകൂടി നമ്മുടെ സകല ആനുകൂല്യങ്ങളും ആ ഒരു സർവീസ് സെൻറ്ററിൽ നിന്നുള്ളത് പോയി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വാഹനത്തിന് വരികയാണെങ്കിൽ നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കാശ് കൊടുത്ത് ഇറക്കേണ്ടി വരും. ഒരു ചെറിയ കാര്യം പോലും വാറൻറ്റിയിൽ കവറായി കിട്ടുന്നതായിരിക്കില്ല. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് കാലം മുമ്പ് പറഞ്ഞിരുന്നു അവർ ടിയാഗോയുടെ അതുപോലെ തന്നെ കുറച്ച് വാഹനങ്ങൾ പുതിയതായിട്ട് CNGയിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലം മുമ്പ് തന്നെ നമ്മൾ ടിയാഗോ ഒക്കെ CNG മോട്ടറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു CNG കിറ്റുമായിട്ട് ഈ ടെസ്റ്റിംഗ് മ്യൂളിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും നെക്സോണിൻ്റെ ഒരു ടെസ്റ്റിംഗ് മ്യൂള് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാരുതി സുസുക്കിക്ക് ഇപ്പോൾ പല വാഹനങ്ങളിലും CNG ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അവരുടെയും ബ്രെസയിൽ ഈ അടുത്ത് തന്നെ ഫാക്ടറി ഫിറ്റഡ് CNG ഓപ്ഷൻ കൂടി അവർ കൊടുക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വരികയാണെങ്കിൽ തീർച്ചയായും നെക്സോൺ CNG വന്നു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് കോമ്പറ്റീഷനായി തന്നെ മാറും. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാർസ്.